ഹലോ. അപ്പം നമുക്ക് നല്ലൊരു നാടൻ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. മൈദപ്പൊടിയുടെ സ്ഥാനത്ത് അരിപ്പൊടിയും ഗോതമ്പപ്പൊടിയും എല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ആ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കൂലേ, അതേ രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ അടയ്ക്ക്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ കുഴച്ചെടുത്ത് മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പരത്തി കുഴൽ വെച്ച് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്കൊക്കെ ഉള്ള മാവ് പോലെയാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുഴൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുഴൽ വെച്ച് പരത്തിയിട്ട് ഇലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഇല എടുക്കുന്നുണ്ട്. അപ്പം ഇല നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്, അട ചുടുന്നതിൻ്റെ ഇലയുടെ മരം. അപ്പം അതിൽ നിന്നാണ് ഞാൻ ഇല പൊട്ടിക്കുന്നത്. ചിലർ വായൻ്റെ ഇലയിലൊക്കെ ചുടും. നമ്മുടെ മുറ്റത്ത് നല്ല അടൻ്റെ ഇല ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനതാണ് പൊട്ടിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ആ പരത്തിയ മാവ് ഓരോ ഇലകളിലായിട്ട് വെച്ച് ഫില്ല് ചെയ്യാണ്. ഇലയിലേക്ക് ഞാൻ പരത്തിയ പത്തിരി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പം തേങ്ങയിൽ ഞാൻ കുറച്ചധികം തേങ്ങ ചേർക്കിയിട്ടുണ്ട്. തേങ്ങയിൽ ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ചക്കര ഒന്നുമല്ല, പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര വെച്ചിട്ട് അട പുഴുങ്ങിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും കൂടിയുള്ള ആ ഒരു ഇത് കോമ്പ് വളരെ നല്ലതാണ്. അപ്പം ചക്കര എടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ആ പരത്തി വെച്ച ഇലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അട നന്നായിട്ട് പൂട്ടിയിട്ട് അങ്ങനെ എല്ലാ അടയും ഞാൻ അതുപോലെ ചെയ്ത് ഞാൻ നമ്മുടെ ഇഡ്ഡലി ചെമ്പുണ്ട്, ഇഡ്ഡലി ചെമ്പിലാണ് അട ആവിയിൽ വേവിക്കുന്നത്. അപ്പം ഇഡ്ഡലി ചെമ്പിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആവി എത്തിക്കോളും. അപ്പം ഞാൻ അതിനായിട്ട് ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള തട്ടുകളെല്ലാം മാറ്റിയിട്ട് അടിയിലുള്ള തട്ടിൻ്റെ മുകളിലായിട്ടാണ് എല്ലാ അടയും വെച്ചിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് അതെല്ലാം അടക്കി വെച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ അട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.